ഹലോ മക്കളെ, നമ്മളിന്ന് സി യു ടിക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം എന്ത് ചെയ്യാം, ഓർഗാനിക് കെമിസ്ട്രിന്ന് എന്ത് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തരാം. ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റേറ്റ് ഓഫ് HCN അഡീഷൻ ടു കോമ്പൗണ്ട് A to D. അതായത് 4 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് കോമ്പൗണ്ടിലോട്ടാണ് HCNനെ പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റുക എന്നാ ചോദ്യം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തന്നിട്ടുള്ള എല്ലാ കോമ്പൗണ്ടിലും എന്തുണ്ട്, C ഡബിൾ ബോണ്ട് ഉണ്ട്. അതായത് കാർബണൽ കോമ്പൗണ്ടാണ്. കാർബണൽ കോമ്പൗണ്ടിലോട്ട് HCN ആഡ് ചെയ്യുന്ന റിയാക്ഷൻ നിങ്ങൾ പഠിക്കണം. ആ റിയാക്ഷൻ്റെ പേര് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ്റെ റേറ്റിൻ്റെ ഓർഡറൊക്കെ NCERT കറക്റ്റ് പറയുന്നുണ്ട്. ഏറ്റവും റേറ്റ് കൂടുതൽ ആർക്കാന്ന് അറിയോ? ഏറ്റവും ചെറിയ ആലിഫാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡിനാണ്. പിന്നെ അതിനേക്കാളും വലിയ ആൽഡിഹൈഡിന്, പിന്നെ ആരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡിന്. ഇതാണ് അതിൻ്റെ റേറ്റിൻ്റെ ഓർഡർ. പിന്നെയാണ് ആര് വരിക? കീറ്റോൺ വരിക. പിന്നെയാണ് ആര് വരിക? നമ്മുടെ കീറ്റോൺ വരിക. ആ കീറ്റോണിൽ തന്നെ ആലിഫാറ്റിക് കീറ്റോണിനേക്കാളും റിയാക്ഷൻ റേറ്റ് കുറവായിരിക്കും ആർക്കുണ്ടാവുക? ഈ ആരോമാറ്റിക് ആയിട്ടുള്ള ആർക്കുണ്ടാവുക? കീറ്റോൺ ഉണ്ടാവുക. ആ പോയിന്റ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ആർക്കാ? ഏറ്റവും ചെറിയ ആൽഡിഹൈഡ് ഏക്ക്. പിന്നെ ആർക്കാ? പിന്നെ ഇതിൽ എല്ലാം ബാക്കിയുള്ളവരൊക്കെ ഇതെന്താ? കീറ്റോണാണ്. അതുകൊണ്ട് ഏറ്റവും ചെറിയ കീറ്റോൺ, ഇതിൽ ഏറ്റവും ചെറിയ കീറ്റോൺ, അതായത് ഇതെന്താ? ആലിഫാറ്റിക് കീറ്റോൺ. അതുകൊണ്ട് എ കഴിഞ്ഞാൽ പിന്നെ ബീക്ക, എ കഴിഞ്ഞാൽ പിന്നെ ആർക്കാ? ബീക്കാണ്. പിന്നെ ആർക്കാ? എടാ ഇത് നോക്കിക്കോ, ഒരു സൈഡിലാണ് ബെൻസീൻ റിംഗ് ഉള്ളൂ, ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇതിവിടെ രണ്ട് സൈഡിലും ബെൻസീൻ റിംഗ് ആണ്. അപ്പൊ ഏറ്റവും റേറ്റ് കുറവ് ആർക്കാ? രണ്ട് സൈഡിലും ബെൻസീൻ റിംഗ് ഉള്ള കീറ്റോൺ ആണ്. അപ്പൊ ഏറ്റവും റേറ്റ് കുറവ് എന്താ? ആർക്കാ? ഡീക്കാണ്. അപ്പൊ ഏറ്റവും റേറ്റ് കുറവ് ഡീക്കാണ്, ഏറ്റവും കൂടുതൽ ഏക്കാണ്. ഓക്കെ, അങ്ങനത്തെ ഓപ്ഷൻ എത്രയേ ഉള്ളൂ? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ എ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു പോയിന്റും കൂടി ഉണ്ട്. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ്റെ റേറ്റ് കൂടും ആരുണ്ടെങ്കിൽ? ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദി റേറ്റ് ആൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡിക്രീസസ് ദി റേറ്റ് ഓഫ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ എന്നുള്ള പോയിന്റും കൂടി എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും ഇതേപോലെ വീഡിയോ ചെയ്യാം. അതുവരെ